ഇന്നത്തെ ദിവസം ഇതാക്കണം വല്ലാത്തൊരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഞാൻ ഏതായാലും അങ്ങോട്ട് കുഴങ്ങിയിരിക്കണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് ഇതാ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇതാക്കണം നമ്മളെ പരസ്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം നമ്മൾ എത്തിപ്പെട്ടത് എടുക്കുക ചോദിച്ചാൽ നിലമ്പൂർ ആശുപത്രിക്കാട്ടോ. അപ്പോൾ മൂപ്പര് ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു കഫൻ ടെസ്റ്റ് ചെയ്താൽ കൊടുത്തുന്നു. അപ്പോൾ അത് ഇതാക്കണം വാങ്ങാനായിട്ട് വന്നത്. അത് പിന്നെ വാങ്ങിയിട്ട് പിന്നെ ഡോക്ടറൊക്കെ ഒന്ന് കാട്ടി പെരും തിരക്കാട്ടോ. പൊലഞ്ചാതി തിരക്കാണ് നമ്മളെ നിലമ്പൂർ ആശുപത്രിയിലൊക്കെ. പനിക്കാരെ കൊണ്ട് ഉന്തും തള്ളുവാണ് പറഞ്ഞില്ലേ. അപ്പം അമ്മ അതിരിയാണ്. അപ്പം വരിയിൽ ഇതാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം കഫത്തിൻ്റെ ആ ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട് നോക്കാനായിട്ട്. അപ്പം അതൊന്ന് കാട്ടി കൊടുത്തിട്ടാണ് പോയത് തന്നെ കാരണം നോക്കി തന്നെ വേണ്ട. പിന്നെ അവൾ പോയി ഞാൻ പറയേണ്ടി വരും. എന്താ രസല്ലേ, പെരും വളരെ 4 മഴ ചെയ്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ എനിക്ക് പാറുണ്ടല്ലോ, പാറുണ്ടായിട്ടാണോ ചുഴി വരുന്നത് അല്ലേ. അതല്ലേ ഞങ്ങളെ വീടൊക്കെ ഒന്ന് പോയി ഏറ്റവും മരുന്നിനൊക്കെ വാങ്ങി വന്നു. ഓ മേഘങ്ങളുണ്ട്. പോവാ. ഇതാണ് ഞങ്ങളെ മയിലാടിപ്പാലം. അപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് കൂടെ ഒന്ന് പോയി കേട്ടോ. ഇനി നമ്മളെ നാട്ടിൽ, നമ്മളെ സ്വന്തം നാട്ടിൽ നല്ല മേഘങ്ങളുണ്ട്. ഏതായാലും ഇനി അമ്മനെ കണ്ടിട്ട് കാണാമല്ലേ. അവിടേക്ക് അവിടേക്ക് ഇടിഞ്ഞൂലേ, അവിടേക്ക് എന്തോ വരികയെന്ന് തോന്നുന്നില്ലേ. പാർക്കോ അങ്ങനെ എന്തേലും കഴിക്കാരം. ഇത് നമ്മളെ നാട്, നമ്മളെ നാട്. അങ്ങനെ ഡോക്ടറെ കാട്ടി കുറച്ച് മരുന്നും വാങ്ങിയിട്ട് ഡോക്ടറെ എത്തിയപ്പോൾ ഇതാക്കുന്ന ആ ടെസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. കൗണ്ട് ഇത്തിരി കൂടുതലാണ്. അപ്പം അതിനുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ തന്ന്. ഇപ്പം ചുമയല്ലാത്ത വേറെ ഒന്നുമില്ല കേട്ടോ. പനിയും കാര്യങ്ങളും ക്ഷീണമൊന്നുമില്ല. ഇപ്പം ഇതാക്കണം നല്ല ഉഷാറായിട്ട് കുട്ടപ്പനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും നിലമ്പൂരൊക്കെ വന്നതാണല്ലോ. പിന്നെ അത് നമ്മളെ അമ്മനെ കാണാൻ പോയിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ. നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ അമ്മനെ കാണാതെ പോണത് ഒരു മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം വേഗം വെച്ച് പിടിച്ചു അകമ്പാടത്തേക്ക് പോകുക കേട്ടോ. നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തും അറിയില്ല, ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളവിടുത്തെ എത്തുമ്പോൾ ഇതാ പാടം പറമ്പും കാടും മേടൊക്കെ തന്നെയാണ് ഉണ്ടാകുക. അവിടെ ആകുമ്പോൾ പിന്നെ പുഴയൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പേക്കാരം കേട്ടോ. ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ ഭയങ്കര തണുപ്പേക്കാരം. അപ്പോൾ ഈ മഹാഗണിക്കാട്ടിൽ നിന്നുള്ള ആ ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, കാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു തണുപ്പാണല്ലോ. അപ്പോൾ അതിൽക്കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര തണുപ്പാട്ടോ. ഇല്ലിവിളം കാടൊക്കെ പാടിയിട്ട് രസമാണ്. നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. പിന്നെ ഒരു കാര്യം പറയാല്ല, ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണില്ല കേട്ടോ. ഫുൾ ഓൺ വോയിസ് ആണ്. അപ്പം എൻ്റെ ഓൺ വോയിസ് കേട്ടിട്ടില്ല, ഞങ്ങളത് ആരും ഓൺ വോയിസ് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഞങ്ങൾ അതങ്ങോട്ട് ഇട്ടേക്കണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതാക്കണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കാത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാണ് കണ്ടുകൊണ്ട് നിൽക്കണവർ ഇതുവരെ ലൈക്കുമ്പോൾ തോണ്ടാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ഏതായാലും ഒരു 10-500 ആക്കി എടുക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വാങ്ങും കേട്ടോ. അപ്പോൾ അതാക്കണം അമ്മേൻ്റെ ഹോട്ടലിലെത്തി. അമ്മ അവിടെ ഭയങ്കര പണിയിലായിരുന്നു, മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു. രസമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസം. നമ്മളെ കുടുംബത്തിൽ തറവാട്ടിലൊക്കെ ചെന്ന പോലെയാണ് ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ. അല്ല പിന്നെ ചേരുണ്ടാവും മതി. പിന്നെ ഞങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ടിരുന്നിട്ട് എന്തായി ഇപ്പോൾ റിസൾട്ട് എന്നൊക്കെ ചോദിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയില്ല കേട്ടോ. വീട്ടിൽ പിന്നെ അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അമ്മനെ കണ്ടപ്പോൾ ഞാൻ വീട്ടിലൊന്നും പോയില്ല. അമ്മേനോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിട്ട് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നിലമ്പൂരിലെത്തിയാൽ പിന്നെ ഇവിടെ എത്തിയിട്ട് ഒരു ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ. നമ്മൾ പിന്നെ വീട് വിട്ടത് എപ്പോഴെങ്കിലൊക്കെ അല്ലേ പുറത്ത് പോരുള്ളൂ. അപ്പോൾ അതാക്കണ് ഇവിടെ എത്തിയിട്ട് ഒരു ചായ കുടിക്കട്ടെ. അതായത് എവിടെ വെച്ചാൽ നമ്മളെ മിൽമൻ്റെ അടുത്ത് കേട്ടോ. നിലമ്പൂരിൻ്റെ മിൽമൻ്റെ അടുത്തോടെ ഒരു കട ഉണ്ട്. മിൽമൻ്റെ ഒരു ചായപ്പീടി ഉണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചായ കിട്ടും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ചായക്ക് വല്ലാത്തൊരു ദാഹമായി പോയി. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ. ഇവിടുത്തെ ചായ പറയുമ്പോൾ നല്ല പാലക്കിൽ നല്ല പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ഉസാറും ചായ ഉണ്ട്. ഞാൻ വാങ്ങിയത് ഇതാക്കണ ഒരു രതീഷാണ്. മൂപ്പര് വാങ്ങിയത് ഇങ്ങനെ എണ്ണക്കടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു മുറുക്ക് വാങ്ങിയിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിലൊക്കെയാണ് തരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ചായ കുടിക്കാനായിട്ട്. ഞാൻ ഇടക്കും നല്ല ഇവിടെ ഇത് കൂടെ ഇങ്ങനെ പോയി പോരുമ്പോൾ കുടിക്കില്ലേന്ന് ചോദിച്ചിട്ട് നിർബന്ധിച്ചാണ്ട് അറക്കലാണ് കേട്ടോ. അല്ലാതെ മൂപ്പര് അങ്ങനെ പീടിയത്തെ ചായ ഇങ്ങനെ കുടിക്കൂല കേട്ടോ.
അങ്ങനെ ചൂട് ചായ ഊതിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരിക്കൊക്കെ ഇന്ന് സ്കൂളില്ലല്ലോ, അപ്പോൾ ഉപ്പേരിക്കും കാര്യങ്ങൾക്കൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരാട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ പോയി എവിടെ എത്തിയും ചോദിച്ചാൽ നമ്മൾ മമ്പാട് എത്തിക്കട്ടെ. നമ്മൾ ഓടയ്ക്കൽ പാലത്തിൻ്റെ അവിടെ എത്തിക്കണം. ഇവിടെ ഇതാക്കണത് നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മളും തന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാനും തന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു. ആയല്ല കൂയി പൊട്ടി. ഞങ്ങൾ പുഴയൊന്ന് കണ്ടിട്ട് വരട്ടെ. പുഴ ആശുപത്രിയിൽ പോയി വന്ന് ചോറ് തിന്നു. നല്ല അധികത്തെ മത്തിമീൻ കറിയും ചോറുണ്ടായിരുന്നു, അത് തിന്നു. വെള്ളം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. കുഞ്ഞാറ്റേക്ക് വെള്ളം കാണാൻ പോയതേന്ന് വരുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു? കണ്ണീർത്തുള്ളി. മഴത്തുള്ളി മറിയില്ലേ? നല്ല മഴത്തുള്ളിയും കണ്ണീർത്തുള്ളിയൊക്കെയാണ് പോണതവല്ലൊക്കെ. അത് കണ്ണിലല്ല ആക്കല്. പോട്ടെ ഞങ്ങൾ വെള്ളം കണ്ടിട്ട് വരാം. അതെന്താ തുപ്പൽ തുള്ളിയോ? പോയിക്കോളിയടി. ഞങ്ങൾ വെള്ളം ഇവിടെ എത്തിയോ? നമ്മളെ വിറക് വലിച്ചു പോയിനോ? തോണിയൊക്കെ ഇതാക്കണം. ഇവിടെ എത്തി. ഇതാണ് ആ തോണിയല്ലല്ലോ. ആ തോണി തന്നെയാണേ. നാളത്തേങ്ങാട്ടിലും വെള്ളം ഉണ്ടല്ലേ. 2 മഴ പെയ്താ പിന്നെ ഇതാണ് അവസ്ഥ. ഞങ്ങൾ ഇപ്പം പോവും, ചിലപ്പം മിക്കവാറും പോവും. അതിനെടുത്തിട്ടുണ്ടോ? വരും കാണായിക്കാരം. അതിപ്പോൾ തടി അനക്കിയാലേ പനിക്കാവോ? തടി അഞ്ഞ് പനിക്കാണാവോ? കുടിക്കുക. ഞാൻ വരാം. തോണി പൊന്തില്ലേ? ഏതായാലും പൊന്തി. ഈ തോണിയല്ല വെള്ളത്തിലായിന്നേ. പൊന്തില്ലേ? നിങ്ങൾ അതിനെന്നായിരുന്നില്ലേ? വെള്ളം സർവത്ര. അയ്യോ. അങ്ങനെ എന്താ വീട്ടിലെത്തിയാണ്ട് പിന്നെ അങ്ങോട്ട് എല്ലാവരും വെള്ളം കാണാൻ പോകുകയാണ് പറഞ്ഞിട്ട്. ഇപ്പം ഇങ്ങനെ വെള്ളം കൂടുമ്പോൾ എല്ലാവരും വെള്ളം കാണാൻ പോകും കേട്ടോ. തോട്ടിലെ വെള്ളം കാണാൻ പോകും, കുളത്തിലെ വെള്ളം കാണാൻ പോകും, പുഴയിലൊക്കെ വെള്ളം കാണാൻ അങ്ങനെ പോയി വെള്ളം കയറുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ പോകട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോകാൻ നോക്കിയതാണ്. അതിലാണ് നമ്മൾ വിറക് ഇതാക്കുന്ന വെള്ളത്തിന് മുട്ടിയില്ല പറഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വിറകെ അവിടുന്ന് കയറ്റി കരയിന്ന് കയറ്റി. ഇപ്പം അതിൻ്റെയും കരയിന്ന് കയറ്റി. ഇനി കുറച്ചുകൂടി മേലെ കിട്ടാലും സമാധാനം ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ ഈ ഒക്കെ പാടെ പോകുമല്ലോ. ഈ ഒരു മരങ്ങളൊക്കെ നമ്മൾ പുഴയിൽ കൂടെ ഒലിച്ച് വരുന്നൊക്കെ ഒരു മരങ്ങളാണ് കേട്ടോ. കുറേ ആയിട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്നത്. അപ്പം ഇങ്ങനെ ഒലിച്ച് പോകുമ്പോൾ നമ്മളെ നരം കണക്കിന് അങ്ങോട്ട് പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് കത്തിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത മരത്തിനൊന്നും പറ്റൂല, ഒരു പണികൾ എടുക്കാനൊന്നും പറ്റൂല. അത് കത്തിക്കാനല്ലേ, വിറകിനാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എന്താ മേലക്കൊന്ന് കയറ്റി ഇടട്ടെ കേട്ടോ. വർക്കൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് വരും കാനോ. ഇതെന്താണ് ഈ പൊക്കിയെടുക്കണം? അങ്ങനെ ഇതാക്കണം. ആ ഒരു വെള്ളം കുടിച്ച മരത്തിനെയൊക്കെ മേലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടോ. പോസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി ഇട്ടാണ്ട് ഇതാക്കണം കൊയങ്ങി കുത്തിരിക്കട്ടോ. നല്ല കാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാനം ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ച് മരിച്ചതാണല്ലോ. അപ്പം ഇനി കുറച്ച് വെയിലാണ് തട്ടിയ ഉഷാറായിട്ട് കൊത്തി കീറിയാൽ അടുപ്പൊക്കെ പാകാക്കിയാണ് കൊണ്ടാകാം കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തോണി ഇതാക്കണം. നമ്മൾ കുളിക്കണ ആ ഒരു കടവുണ്ടല്ലോ, അതിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെയാണ് നമ്മൾ കുളിക്കാൻ പോണ ആ വഴിയുണ്ടല്ലോ, അതാണത്. പോണ്ട, വെള്ളം തൊടിക്കണ്ട. നിങ്ങൾ എടുത്തിട്ടു ഇതാക്കണ കൊങ്ങി. എന്തൊരു കാനാന്നോ വർഗിന്. കാറ്റടിക്കണ്ട് പോകും നമ്മൾ. നിങ്ങളൊക്കെ പെരും കാറ്റ്. നിങ്ങളെ കൂടെയൊക്കെ കാറ്റുണ്ടോ? ഞങ്ങളുടെ ഭയങ്കര കാറ്റാട്ടോ. നല്ല കാറ്റായിരുന്നു. ഇങ്ങോട്ടൊക്കെയാണ് ഭയങ്കര കാറ്റായിരുന്നു. മഴ കമ്മിയായിരുന്നു, കാറ്റിഷ്ടം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പോയി ഞങ്ങൾ ഡോക്ടറെ കാട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല. കൗണ്ട് കൂടുതലായില്ല, പനിയാണെന്ന് പറഞ്ഞ്. പിന്നെ അതന്നെ കഫം പരിശോധിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു മരുന്ന് തന്നിക്കണം. 5 ദിവസം കുടിക്കാനുള്ളൊരു മരുന്ന് തന്നിന്. അല്ലാതെ വിഷയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോവാണ്. ചെല്ലട്ടോ. വെള്ളം 4 മഴയും കൂടി പെയ്താൽ ചിലപ്പോൾ മിക്കവാറും ഇതെടുത്തോളിച്ചാ കൊണ്ടുവരിക. പയ്യമ്മ കുത്തണ്ട. അത് ഇതാ നടക്കണോ? ഇങ്ങോട്ട് കൊണ്ടിരുന്ന
വെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങൾ വെള്ളം തമ്പിലെത്തി. നമ്മളെ വഴിയാണത്. വഴിയിലെത്തി. അവിടെ ഉണ്ടോ നാളെ ഇത്ര അല്ലായിരുന്നു അല്ലേ? ആറ്റിങ്ങൾ കൊണ്ടുണ്ട്. പോരി നമ്മൾ പോവുക. നാളെ വെള്ളം ഇത്ര അല്ലായിരുന്നു കേട്ടോ, ഏറി കുറഞ്ഞതാ. ഇന്നത് അത്ര വെള്ളമായി. പോവുകയാണ്. വെള്ളം കാണുമ്പോക്കിന് തന്നെ പേടിയാക്കുകയാണ്. ഇപ്പം വെള്ളം മറിയുമ്പോത്തിന് പേടിയാക്കുകയാണ്. ഞാനുണ്ട് കാലേക. വെള്ളം ഇറങ്ങാ. പോസ്റ്റൊക്കെ പകുതി വെള്ളത്തിലായില്ലേ? എവിടുന്ന്? മേലെന്നല്ലേ? ഭയങ്കര ഇതേക്കാരം. പോക്കാണ്. വെജ് വെള്ളം കാണാം. ഈ കുട്ടികളൊക്കെ അതേ തോട്ടിൽ വെള്ളം മീൻ പിടിക്കണം. ഈ അല്ലൊക്കെ ഇതാക്കണം. തോട്ടിൽ മീൻ പിടിക്കണം. തോട്ടിൽ മീൻ പിടിക്കുന്നു അല്ലു. യൂട്യൂബിൽ ഇടരുത്. ഇടില്ലേ? ജയ ഇടാനാ? ഓനെന്താ ഈ കാനയിൽ ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ട്. ആയിക്കോട്ടെ ആക്കണ്ട കേട്ടോ. കുപ്പിച്ചില്ലൊക്കെ ഒലിച്ചെങ്ങാൻ വന്നാലേ ഈ റോന് ആക്കണ മീൻ പിടിക്കണേ. റോന് ലീ അതാക്കണ്. അപ്പോൾ ഓളെ പേരിക്കറിയില്ല. ലീ വേണ്ട. ലീ അല്ലെങ്കിൽ മറ്റേ അലീന അതാക്കണ. എവിടെ മീന്? എവിടെ മീൻ? ഇതാ മീന്. കേട്ടെ മീനിട്ടോ, ഒരു ചെള്ളി മീൻ. കുഞ്ഞിമീനാ കിട്ടി. കുഞ്ഞിമീൻ. അതാ റോന എനിക്ക് കട്ടിയേ. പിടിച്ചാ അതന്നെ അത്ര വലിപ്പം. ഇതാ കൊമ്പസ്രാവിനെ പിടി. കൊമ്പസ് നമുക്ക് യൂട്യൂബിലിടാം. കൊണ്ടുവരുന്നാ. വെള്ളം ഇറങ്ങിയിട്ടില്ല തീരെ. വറകൊക്കെ ഞാൻ ഇത്തിരി വറക് വറുക്കട്ടെ കേട്ടോ. വറക്കാതെ ചാടി ഇറക്കണം. ഞാൻ ഇത്തിരി വറക് കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും വറക് വെച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അത് അവിടെയൊക്കെ ഉണ്ട്. ഞാൻ കെട്ടത് പിടിച്ചാണ് വീഡിയോ എടുത്തറിയിക്കണേ. കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ എത്തിയില്ലേ? വെള്ളം ഇത് അവിടെ എത്തി. അവിടെ നോക്കുമ്പോൾ വലിയ സുഖമല്ലല്ലേ? എവിടെ എത്തുമ്പോഴാണ് പരന്ന് കിടക്കുന്നുണ്ട് വെള്ളം. അവിടെ ആ ജന്തുവിൻ്റെ കുറച്ച് മുട്ടകളൊക്കെ ഉണ്ടായിരുന്നില്ല. ജന്തു അല്ല, കിളീൻ്റെ ഏതാ ആടുന്നുണ്ടേ അറിയുന്നു. അടിക്കാൻ നീങ്ങി വരുന്ന രണ്ടും ഒപ്പം. ഇത്ര വെള്ളമായില്ലേ പഠിച്ചോനെ. അവിടേക്കാണ് അവിടെയൊക്കെ ആ പാറ തന്നെ അല്ലല്ലേ? എത്തപ്പം ആ പാറിൻ്റെ പേര്? നാട്ടപ്പാറ തന്നെ കാണാനല്ലേ? പഠിച്ചവർ തന്നെ. വെള്ളമാണ് ഈ വെള്ളം. വെള്ളമല്ല, വെള്ളം. അതാണ് CH മില്ലാണത്. വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കണേ അങ്ങനത്തെ. ഒരു മര ഒറ്റ പോണുണ്ടോക്കിയേ മര. ഓഹോ ഒരു മരൻ അതാ പോണ്ട്. ഒരു മരം കാണുന്നുണ്ടാവോ? വെള്ളം ഏറുക കുറയേ. ഞാനേതായാലും കുറച്ച് വറക് കൊടുക്കട്ടെ. എനിക്ക് വറക് കണ്ടിട്ട് എനിക്കൊരു സമാധാനക്കേട്. ഞാൻ ഇത്തിരി വറക് കൊടുക്കട്ടെ കേട്ടോ. അക്കരെ മാടൊന്നും ഇല്ലല്ലേ? ഈ തെങ്ങുമ്പലൊക്കെയാണെങ്കിൽ ഒരു വലിയൊരു കൊള്ളി. എനിക്ക് വയ്യത് വറകോട് വറകാണല്ലോ. ഞാൻ ഇത്തിരി വറക് കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇനി ബാക്കി വീഡിയോ നിങ്ങൾ എടുത്തോളി. എവിടെ? ഞാൻ ഇത്തിരി വറക് കൊടുക്കട്ടെ കേട്ടോ. വീഡിയോ നമുക്ക് എടുക്കാം. ഞാൻ കുറച്ച് വറക് കൊടുക്കട്ടെ കേട്ടോ. അവിടെ കൂടെ ഒക്കെ ചാടി കിടക്കുന്നുണ്ട്. അത് പിടിക്കോ? ഞാൻ അവിടെ കൂടെ ഒക്കെ നുള്ളി പൊറുക്കട്ടെ. തലയിൽ കൂടെ വെക്കണ്ടട്ടോ. ഇനി അവിടെ കുത്തിയിട്ടാണ്ട് അത് വേണ്ട. ഇങ്ങോട്ട് പോരി. വേണ്ടാന്ന് മേലിൽ കൂടെ വെക്കുവേ. പൊട്ടനോട് പറഞ്ഞാലും നിൽക്കില്ല. എന്താ ചാടിയേ? മണ്ണേക്കാരല്ലേ? അവിടെ എന്തോന്ന് ചാടി കേട്ടോ. ഒച്ചേട്ടോ ഇടിഞ്ഞതേക്കാരല്ലേ?
അത് കിട്ടൂല. മേൽക്ക് പൊളിഞ്ഞാണ് കേട്ടോ. അങ്ങോട്ട് പോരി പറഞ്ഞാൽ കേട്ടോളി. അത് ആ തെങ്ങിൻ്റെ ആ കവിളയിൽ കുടുങ്ങിയതാണേ. ആ 3-4 കൊമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. പോരിപ്പം മാറ്റി വന്നതേന്ന്. ഇപ്പോൾ ഡ്രസ്സൊക്കെ വല ഇടാനാ പറഞ്ഞിട്ട് ഡ്രസ്സ് പഴയ തുണിയൊക്കെ എടുത്ത് പോകുന്നതേന്ന്. വലയൊക്കെ അവിടെ ഇട്ടിട്ടോ. ഞാൻ വന്നപ്പോൾ ഇതിന് വല ഇട്ടു. അതാ കൊക്ക പൊട്ടിയോ? അത് വാണ്ടിട്ട് പോന്നാണ് നിങ്ങള്. അങ്ങോട്ടൊക്കെ അത് തലേക്കൂടെ ഉഗ്ഗുവേ. എന്തിനാണ് ഇടങ്ങേറില്ല. അത് വേണ്ടല്ലോ. കണ്ണ് കാണാതല്ല ഇടങ്ങേറില്ല. വേണ്ടല്ലോ. ഇവിടെ ഇല്ലേ നുള്ളി പൊറുക്കിയാ പോരപ്പം. റിസ്ക് വേണ്ടി വരും ആണ്. നമ്മൾ പോകുക കൈസ്. അവിടെ ചീത്ത പറയൽ തുടങ്ങി. ഇനി എന്തെങ്കിലും കാട്ടിക്കോട്ടെ. നമ്മൾ ഇവിടുത്തെ നുള്ളി പൊറുക്കട്ടോ. നമുക്ക് അതൊന്നല്ലേ. നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചാടിയ വർക്കൊക്കെ എടുക്കട്ടോ. ഇപ്പം റിസ്ക് എടുത്താണ്ട് ഓരോ പണി എടുക്കട്ടെ. എൻ്റെ മേല് ചളിയാക്കല്ലേ എന്ന് വിചാരിച്ചിട്ടപ്പോൾ ഏതായാലും ചെന്നിട്ട് മാറ്റേണ്ടി വരും. മൂപ്പര് മാറ്റിയൊക്കെ ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയും കൊണ്ട് പോകുന്നതാണ്. എങ്ങനെ പോയാലും ഞങ്ങൾ കച്ചറയിൽ എത്തുള്ളൂ. അത് വേറൊരു വിഷയം. 10 മിനിറ്റേ കച്ചറ ഉണ്ടാകുള്ളൂ. നല്ല കച്ചറയാവും. ഇപ്പോൾ മൂപ്പര് റിസ്ക് എടുത്തിട്ട് അടുത്ത് വരട്ടല്ലേ. ഞാൻ ഒരിത്തിരി വർഗുണ്ടാക്കി കൂട്ടിയിരിക്കുന്നു കേട്ടോ. ഏതായാലും കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. വരുന്നുണ്ട് വിജയശ്രീ ലാളിതനായിട്ട് വരുന്നുണ്ട്. അവിടെ കിട്ടിയ വർഗം ഇതാട്ടോ. വെച്ചുകൊണ്ട് ബാഹുബലി വരുന്നുണ്ട്. എൻ്റെ ഗൈസ് ബാഹുബലി വരുന്നുണ്ട്. മുഖത്തൊരു പുച്ഛമുണ്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കുന്നൊരു പുച്ഛമുണ്ട് കേട്ടോ. അതാണ് പുച്ഛഭാവം. വർഗുണ്ടാക്കി ഏതായാലും ഒരു ആനേൻ്റെ ഉറുമ്പിൻ്റെ ഒരു വ്യത്യാസത്തിൽ വർഗുണ്ടാക്കിയിട്ടുണ്ടോ. എനിക്ക് ഇതാക്കണം ഉറുമ്പിൻ്റെ അത്ര വലിപ്പമല്ല വർഗ്ഗം കിട്ടിയിട്ടുള്ളൂ. മൂപ്പർക്ക് ഇതാക്കണം കുറച്ച് തോനെ വർഗ്ഗം കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാക്കണം വർഗ്ഗമൊക്കെ കെട്ടിയാണ് ഞങ്ങൾ പോവുകയാണ്. മൂപ്പര് വല ഇട്ടിട്ടുണ്ട് കേട്ടോ. കാനയിൽ വല ഇട്ടിട്ടാണ് പിന്നെ വർഗ്ഗിനെ അങ്ങോട്ട് പോയത് ഞങ്ങൾ 2 ആളും. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണമല്ലോ. ചായക്ക് നല്ല പൂതി കിട്ടോ. ഒന്ന് ഫുള്ള് ചായ കുടി തന്നെയായിരുന്നു. അപ്പോൾ ചായക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. ഇവിടെ വന്നേരം വേഗം കറണ്ടും ഇല്ല കേട്ടോ. ഇപ്പം അങ്ങനെയാണ്. മഴ ഇല്ലെങ്കിലും കറണ്ട് ഉണ്ടാവില്ല, മഴ ഉണ്ടെങ്കിലും കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാക്കണ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പം മക്കളും ഉണ്ട് ചായ വേണം കടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണമല്ലോ. ആദ്യം ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചേ വെക്കണുള്ളൂ കേട്ടോ. വൈകുന്നേരം വലിയ ചായ കുടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു ചായ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു മലയാളിയാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അതങ്ങനെയാണ്. ചായൻ്റെ ഗുട്ടൻസ് അങ്ങനെയാണ് കേട്ടോ. ചായ ഒരു പൊടി ഇട്ടിട്ട് ചായ കുടിച്ചാൽ ഒരു സമാധാനമാണല്ലേ. എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ ചായ തങ്ങൾ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിനതിൻ്റെ മുന്നേ ഒരു കടിയും കൂടി പരത്തട്ടെ എന്ന് വിചാരിച്ച്. പരത്തണം എന്താ ചോദിച്ചാൽ ആട്ടപ്പൊടി കേട്ടോ. നമ്മൾ അരിപ്പൊടി ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു അട ചൂടാന്ന് വിചാരിച്ചിട്ടോ. അതും പണ്ടത്തെയാണ്. ഇപ്പോൾ ഫുള്ള് പണ്ടത്തെയുണ്ടോ. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു മഴക്കാലമാണ്, പണിയും തോരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തിടാൻ നമുക്ക് നിർവാഹമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഗോതമ്പൊടി ഉണ്ട്. ഇന്ന് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഗോതമ്പും കൊണ്ടുവന്നു. അപ്പോൾ ഇതാക്കണ് ഗോതമ്പൊടി കൊണ്ട് നമ്മളിതാക്കണ് ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അട ഇങ്ങനെ പുഴുങ്ങിയെടുക്കല്ല കേട്ടോ. നമുക്ക് ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടാണ്ട് അങ്ങനെ കരിച്ചെടുക്കൂലേ, ഒരു വേവിച്ചെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ പണ്ട് തിന്നൊരു ഓർമ്മ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാറ്റക്കൊക്കെ ഇതിനൊക്കെ നല്ല താല്പര്യമായിട്ട്. ഈ കുക്കിനൊക്കെ ഇങ്ങനെയൊക്കെ നല്ലൊരു താല്പര്യമുള്ളൊരു 34 കേട്ടോ. ഇന്നിപ്പോൾ വേറൊരു പണിയൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഓളിതാകെ ഒക്കെ പരത്തി തന്നു കേട്ടോ. ഞാൻ എല്ലാം കെട്ടി കൊടുത്ത് പരത്തി വെച്ചപ്പം അതൊക്കെ ഓള് പരത്തിയൊക്കെ തന്ന്. പിന്നെ ഇതാക്കണ ശർക്കര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയാണ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ പഞ്ചസാരേൻ്റെയും കാട്ടിലും നമുക്ക് അടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശർക്കര തന്നെയാട്ടോ നല്ലത്. നമ്മളെ തടിക്കും നല്ലത് തന്നെയാണ് ശർക്കര. പക്ഷെ ഇപ്പം നമുക്ക് ഒരു നിർവാഹമില്ല പീടികയ്ക്ക് പോയിട്ട് വാങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസം വാങ്ങാതെ വെച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ അട ചുട്ടത് കേട്ടോ. ഇങ്ങനെയും ചുടുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ. അരിപ്പൊടി കൊണ്ട് ചുടുകയാണെങ്കിൽ സൂപ്പർ ചെയ്യുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അരിപ്പൊടി ഇല്ലല്ലോ. ഗോതമ്പൊടി ഇട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളിട്ടോ. പിന്നെ തങ്ങൾ സുമി രവികുമാറിനൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.